വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷനിൽ 22,000 വേക്കൻസീസിന് മുകളിൽ പോകുമോ? ഭൂരിഭാഗം പേർക്കുമുള്ള ഒരു സംശയമാണത്. അപ്പൊ ഈ ഒരു സംശയത്തിന്റെ ഒരു പുതിയ ഉത്തരവുമായിട്ട് നമുക്ക് പുതിയ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം റെയിൽവേ എംപ്ലോയീസ് അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഏകദേശം 14 ലക്ഷത്തോളം റെയിൽവേ എംപ്ലോയീസ് ആണ് ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ ഈ അടുത്തിടെ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. അതായത് നമ്മുടെ അശ്വിനി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. ഇതിൽ കൃത്യമായിട്ട് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ നിലവിൽ വേക്കൻസീസ് അസസ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അതായത് 22,000 വേക്കൻസീസ് മാത്രമേ ഈ പറയുന്ന സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 09/2025 എന്ന് പറയുന്ന നോട്ടീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ജനുവരി മാസം 21-ാം തീയതി വരും എന്ന് പറഞ്ഞിരിക്കുന്ന ലെവൽ 1 അഥവാ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 22,000 വേക്കൻസീസ് എന്ന് പറയുന്ന ഒരു കൗണ്ട് തെറ്റാണെന്നാണ് ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ പോയിന്റ്സ് മാൻ, അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻ്റനർ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് എന്നീ പോസ്റ്റുകളിലെല്ലാം തന്നെ ഓരോ സോണിലെയും ജനറൽ മാനേജേഴ്സ് കൃത്യമായിട്ട് അസസ് ചെയ്ത ഒരു വേക്കൻസീസ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾക്ക് ഈ പറയുന്ന ഓരോ സോണൽ റെയിൽവേസിലെയും ജനറൽ മാനേജേഴ്സ് ഇത്ര വേക്കൻസീസ് വേണം, അല്ലെങ്കിൽ ഇത്ര വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളതെന്ന് അസസ് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകാരമല്ല നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള വേക്കൻസീസ്, അതായത് കുറവാണെന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ റെയിൽവേ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 22,000 വേക്കൻസീസ് പോരാ, ഇതിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ മുന്നേ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 70,000 വേക്കൻസീസ് ആണ് നമുക്ക് എവിടെ ഫില്ല് ചെയ്യാനുള്ളത്, ആകെ മൊത്തം ഗ്രൂപ്പ് ഡിയിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 35,000 വേക്കൻസീസ് റിപ്പോർട്ടായി. ഓക്കെ, 35,000 വേക്കൻസീസ് കഴിഞ്ഞ വർഷം വിളിച്ചു. ഈ വർഷം 22,000 വേക്കൻസീസേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കിടക്കുകയാണ് ഏകദേശം 20,000 വേക്കൻസീസ് വിളിക്കാനായിട്ട്. അത് ആ ഷോർട്ടേജ് തന്നെയാണ് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയും എടുത്തു കാണിച്ചിരിക്കുന്നത്. അവർ ഡയറക്ട്ലി റെയിൽവേ മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. നിലവിലെ റെയിൽവേയുടെ സാഹചര്യത്തിൽ 22,000 വേക്കൻസീസ് പോരാ, വേക്കൻസീസ് കൂട്ടിയേ മതിയാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് പല സോഴ്സസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റെയിൽവേയുടെ വേക്കൻസീസ് 22,000 മുകളിൽ പോകണം. അപ്പോൾ ഇതിന് മറ്റൊരു കൺഫർമേഷൻ കൂടിയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കഴിഞ്ഞ 6-ാം തീയതി ഈ ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷൻ സെക്രട്ടറി അവരൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് റെയിൽവേ മിനിസ്റ്റർക്ക് അയച്ചിരിക്കുന്ന കത്തിലും കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അസസ് ചെയ്ത വേക്കൻസീസ് അല്ല, ഇതിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ടായേ പറ്റുള്ളൂ. മക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഇത് കൃത്യമായിട്ട് തന്നെ ആ ഒരു സൈറ്റിൽ കയറുമ്പോൾ തന്നെ കിടപ്പുണ്ട്. ഈ പറയുന്ന ഒരു ന്യൂസും ഈ പറയുന്ന അവരയച്ച കത്തിന്റെ കോപ്പിയും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഔദ്യോഗികമായുള്ള ഡോക്യുമെന്റ് ആയതുകൊണ്ടും കൂടാതെ ഇതുപോലെ ഒരു സംഘടന ഇതുപോലെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി തന്നെ മിനിസ്ട്രി ലെവലിൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. ഇത് 22,000 മുകളിൽ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ വേക്കൻസി പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സന്തോഷ വാർത്ത ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റാതിരുന്നവരും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരും ഒരു കാര്യം മറക്കരുത്, വേക്കൻസീസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഓക്കെ, വേക്കൻസീസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജോലി കിട്ടാനുള്ള സാധ്യത കൂടി, അതും ശരി തന്നെ. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എന്താണ്, നമ്മുടെ പഠനമാണ്. നമ്മൾ പഠനം കൃത്യമായ ട്രാക്കിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എനിക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റിയില്ല, ഞാൻ വിചാരിച്ച പോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് ആരും വിഷമിക്കാൻ നിൽക്കരുത്. പ്രോപ്പർ ആയിട്ട് ഒന്നുകൂടി പഠിക്കാനുള്ള ഒരു സുവർണ അവസരം നമുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട്. 22,000 അല്ല, അതിന് മുകളിലും വേക്കൻസീസ് വരും എന്നുള്ള സാധ്യത കൂടി നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പൊ മക്കളെ, പഠനം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിക്കൊണ്ടും നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം ഹയർ സ്റ്റേജസിലേക്കും ഹയർ റാങ്കുകളിലേക്കും പോകാനുള്ള അവസരം കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നല്ല പേയ്മെന്റ് കിട്ടുന്ന സാലറിയാണ് നിങ്ങൾക്ക് TA DA എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആരും ഈ അവസരങ്ങൾ മിസ്സാക്കാതിരിക്കുക. പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകുക. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെയും ഒരു അടിപൊളി ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം. അടിപൊളി ബാച്ച് ആയിരിക്കും, വേറെ ഒന്നും കൊണ്ടും പറയുന്നതല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു അശ്വിനി ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഓഗസ്റ്റ് മാസം 15-ാം തീയതി പുതുതായിട്ട് ലോഞ്ച് ആവുന്നുണ്ട്.
ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഡയറക്ട്ലി ടീച്ചേഴ്സിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെക്കാളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വീക്കിലി ആയുള്ള മെന്റർഷിപ്പ് സ്ട്രാറ്റജി സെഷൻസ് ഉണ്ടാവും. കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സസ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാവും. PPT അല്ല ഞാൻ ഈ പറയുന്നത്, പ്രോപ്പർ ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ടുകൾ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും കിട്ടാത്തൊരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക്. മലയാളത്തിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചെഴുതാനായിട്ട് പറ്റും. അപ്പോൾ മലയാളത്തിൽ ക്ലാസ്സസ് ഉണ്ട്, മലയാളത്തിൽ നോട്ടുകൾ ഉണ്ട്. പിന്നെ എന്താണ് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? ഒരു PSC പഠിക്കുന്ന ഒരു എഫേർട്ട് പോലും വേണ്ടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഗ്രൂപ്പ് ഡി പരീക്ഷ. കാരണം ഇത്രയധികം GK എന്താ ആവശ്യം വരുന്നില്ല, ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ആവശ്യം വരുന്നില്ല. കുറച്ച് മാത്സ്, റീസണിങ് സബ്ജക്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നത്. മക്കളെ, PSC മാത്രമേ ഞാൻ എഴുതൂ എന്നുള്ള വാശി ഒന്നും കാണിക്കരുത്. ഗ്രൂപ്പ് ഡി നല്ലൊരു അടിപൊളി അവസരമാണ്. ആരും മിസ്സാക്കാതിരിക്കുക. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പഠനം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു 6 മാസം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബാച്ചിലെ ഭാഗമായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത 6 മാസം എന്തൊക്കെയാണ് ഓരോ ദിവസവും ചെയ്യേണ്ടതെന്നുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ചുമ്മാ റെക്കോർഡ് ക്ലാസ് തന്നിട്ട് നിങ്ങളത് കണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്തോ, അങ്ങനെയല്ല. ഒരു ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ മാറ്റി അത് തുടങ്ങിയ രീതിയിലൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും കൂടി എന്താണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ അവസരങ്ങൾ കൃത്യമായിട്ട് മുതലാക്കുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.